നമസ്കാരം. അരീക്കോട് സായുധ ക്യാമ്പിൽ സ്വയം നിറയൊഴിച്ച് പോലീസുകാരൻ ജീവനൊടുക്കിയതിന് പിന്നിൽ മേലുദ്യോഗസ്ഥരുടെ പീഡനമോ? അത് സൂചിപ്പിക്കുന്ന ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തി. വയനാട് സ്വദേശി തണ്ടർബോൾട്ട് കമാൻഡോ ഉദ്യോഗസ്ഥൻ വിനീതാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. വിനീത് കടുത്ത മാനസിക സംഘർഷം നേരിട്ടിരുന്നുവെന്നാണ് സൂചന. ശാരീരിക ക്ഷമതാ പരിശോധനയിൽ പരാജയപ്പെട്ടതും ഗർഭിണിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ അവധി നൽകാത്തതുമെല്ലാം വിനീതിന്റെ മരണത്തിന് കാരണമായെന്നാണ് നിഗമനം. മലപ്പുറം അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിലെ CPO വിനീത് ഇന്നലെ രാത്രിയിലാണ് ജീവനൊടുക്കിയത്. മരിക്കുന്നതിന് മുൻപ് വിനീത് താൻ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റും സൂചിപ്പിച്ച് ബന്ധുവിന് ഒരു കുറിപ്പ് നൽകിയിരുന്നു. ഈ കുറിപ്പ് തന്റെ 2 സുഹൃത്തുക്കളെയും ട്രെയിനിങ്ങിന്റെ ചുമതലയുള്ള അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും കാണിക്കണമെന്ന് വിനീത് ആവശ്യപ്പെടുന്നുണ്ട്. വിനീത് ശാരീരിക ക്ഷമതാ പരിശോധനയുടെ ഭാഗമായ ഓട്ടമത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ മേലുദ്യോഗസ്ഥർ കടുത്ത ശിക്ഷ നൽകിയിരുന്നു. ഇതും ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ അവധി നൽകാത്തതുമാണ് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ബന്ധുവിനയച്ച കത്തിൽ ഓട്ടത്തിന്റെ സമയം വർദ്ധിപ്പിക്കണമെന്നും ചിലർ ചതിച്ചുവെന്നും പണി കൊടുക്കുന്നവരെ മാറ്റാൻ പറയണമെന്നും വിനീത് പറയുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ പോലീസ് വകുപ്പിനെതിരെ രൂക്ഷ ആരോപണവുമായി ടി സിദ്ദിഖ് MLA രംഗത്ത് വന്നിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥർ പെരുമാറിയതെന്ന് ചൂണ്ടിക്കാട്ടിയ സിദ്ദിഖ് ഭരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. പോലീസുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു. ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ പോലും അവധി അനുവദിച്ചില്ല. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിനീത് നേരിട്ട പീഡനങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ബന്ധുക്കളുടെ പക്കലുണ്ടെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. മലപ്പുറം SOG ക്യാമ്പിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കൽപ്പറ്റ ചെങ്ങഴിമൽ വീട്ടിൽ ഹവിൽദാർ വിനീതിനെ കഴിഞ്ഞ ദിവസം രാത്രി 8:50 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം വിനീതിന്റെ ആത്മഹത്യയോടെ പോലീസിലെ ആത്മഹത്യകളും വീണ്ടും ചർച്ചയാകുന്നുണ്ട്. സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ 90ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ജീവനൊടുക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഇതിന്റെ പ്രധാന കാരണവും ജോലി സമ്മർദ്ദമാണെന്നാണ് ആക്ഷേപം. കൃത്യമായ അവധി ലഭിക്കാത്തതും കാരണമാണ്. ഒട്ടേറെ ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുകയും ചെയ്തിരുന്നു. സേനയിലെ ആൾക്ഷാമം ജോലിഭാരത്തോടൊപ്പം സമ്മർദ്ദം കൂട്ടുന്നതായി പോലീസ് സംഘടനകളും ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഷ്ട്രീയ ഇടപെടലുകളും ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പോലീസുകാർക്കും കുടുംബാംഗങ്ങൾക്കും കൗൺസിലിംഗ് നൽകുന്നതിനും മറ്റുമായി ആരംഭിച്ച ഹാറ്റ്സ് വഴി ഇതുവരെ 6000ഓളം ഉദ്യോഗസ്ഥർ കൗൺസിലിംഗ് നേടിയിട്ടുണ്ട്. അതേസമയം പോലീസുകാരുടെ ജോലി സമയം 8 മണിക്കൂർ ആക്കണമെന്നും ആവശ്യം ശക്തമായിരുന്നു. ഇതിനിടെ പോലീസിന്റെ ജോലി സമ്മർദ്ദം വീണ്ടും പഠിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റിന് കീഴിലെ ഹാറ്റ്സ് ആണ് പഠനം നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയ്ക്ക് വരെ കാരണമാകുന്ന സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യം. ഇതുപ്രകാരം എല്ലാ പോലീസുകാരിൽ നിന്നും ഗൂഗിൾ ഫോം വഴി വിവരം ശേഖരിച്ചിരുന്നു. എന്നാൽ ഇത്തരം പഠനങ്ങളും പോലീസുകാരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നില്ലെന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്.